Okay, then comes the power of 500 PV circle. നമുക്ക് ഈ ബിസിനസ്സിൽ പ്രോഫിറ്റബിൾ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഹ്യൂജ് ബിസിനസ് ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഘടകം നമ്മൾ 500 PV സർക്കിളിനെ എത്രത്തോളം ബിൽഡ് ചെയ്യുന്നു, നമ്മൾ ഫോളോ ചെയ്യുന്നു, നമ്മൾ ടീമിൽ ബിൽഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്താണ് 500 PV സർക്കിൾ? എന്തിനാണ് 500 PV സർക്കിൾ എന്നുള്ളത് സംസാരിച്ചിട്ട് എന്നിട്ട് എന്താണ് 500 PV സർക്കിൾ എന്നുള്ളതിലേക്ക് പോവാം. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ബിസിനസ് ടേൺ ഓവർ ബേസ്ഡ് ബിസിനസ് ആണ്. ഇത് ആൾക്കാരെ ജോയിൻ ചെയ്യിക്കുന്ന ബിസിനസ് മാത്രമല്ല. നിങ്ങൾ ഇതിലേക്ക് എത്ര പേരെ ജോയിൻ ചെയ്യിച്ചാലും അല്ലെങ്കിൽ ഈ ബിസിനസ്സിലേക്ക് എത്ര പേരെ നിങ്ങൾ കണക്ട് ചെയ്താലും നിങ്ങളുടെ ടേൺ ഓവർ എന്ത് എന്നുള്ള ആസ്പദമായിട്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു വരുമാനം ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം, എൻ്റെ ടീമിൽ ഇത്രയധികം പേരുണ്ട് എന്ന് പറയുന്നതിൽ കാര്യമില്ല, അതിൽ എത്ര ടേൺ ഓവർ വരുന്നു എന്നുള്ളതാണ്. ആൻഡ് ഈ ബിസിനസ് മാത്രമല്ല, ഏത് ബിസിനസ് എടുത്താലും അതിൽ സെയിൽസ്, ടേൺ ഓവർ, വോള്യം, ഈ ആസ്പെക്റ്റിലാണ് ഏതൊരു ബിസിനസ് എടുത്താലും അവർ സംസാരിക്കുന്നുണ്ടാവുക. ഇപ്പൊ നിങ്ങളൊരു വ്യക്തി വരുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് മന്ത്ലി ഒരു 100 PV ചെയ്യുന്ന ഒരു ആസ്പെക്ട് ആണ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊരു കൺസ്യൂമർ മൈൻഡ് സെറ്റ് ആണ്. 500 PV ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഒരു ബിസിനസ്മാൻ മൈൻഡ് സെറ്റ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ 500 PV ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. 500 PV ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. നിങ്ങൾ പേഴ്സണലി ഒരു 100 PVയുടെ ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ അത് ഒരു കൺസ്യൂമർ മൈൻഡ് സെറ്റ് ആണ്. അങ്ങനെയുള്ള ആൾക്കാർ പലപ്പോഴും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. 100 PV ചെയ്തു, അതിനുശേഷം ഒരു പ്രൊഡക്റ്റ് ഓർഡർ വന്നു കഴിഞ്ഞാൽ അവർ പ്രൊഡക്റ്റ് എങ്ങനെങ്കിലും ചിലപ്പോൾ അറേഞ്ച് ചെയ്യും, എന്നിട്ട് അതിന്റെ ബിസിനസ് നെക്സ്റ്റ് മന്തിലേക്ക് ഫോർവേഡ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പല അപ്ലൈനിൽ നിന്നോ എവിടെന്നെങ്കിലും കടം വാങ്ങിച്ചിട്ട് പറയും ഞാൻ അടുത്ത മാസം ഈ പ്രൊഡക്റ്റ് തരാട്ടോ എന്ന് പറയും. അതൊരു കൺസ്യൂമർ മൈൻഡ് സെറ്റ് ആണ്. ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റിൽ ഒരു ഹ്യൂജ് ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. 500 PVയുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 500 PV സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പേഴ്സണലി ഒരു കോർ ആവുന്നു. നിങ്ങൾ ഒരു 150 PVയുടെ ബിസിനസ് ചെയ്യുന്നു. ബാക്കി നിങ്ങളുടെ ഓർഗനൈസേഷനിൽ നിന്ന് നിങ്ങൾ ഉത്തരവാദിത്തം എടുത്ത് ഒരു 500 PVയുടെ ബിസിനസ് നിങ്ങൾ ജനറേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു 500 PV സർക്കിൾ എന്ന് പറയുന്നത്. നിങ്ങൾ പേഴ്സണലി റെസ്പോൺസിബിലിറ്റി എടുത്ത് നിങ്ങളുടെ ഓർഗനൈസേഷനിൽ നിന്ന് 500 PVയുടെ ബിസിനസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ 500 PV എന്ന് പറഞ്ഞാൽ എത്രയാണ്? 500×30 ഏകദേശം 15,000 രൂപയുടെ ഓൺ ആൻ ആവറേജ് 15,000 രൂപയുടെ ബിസിനസ് ആണ് ഉത്തരവാദിത്തം പറയുന്നത്. പക്ഷേ ഈ പ്രത്യേകം ശ്രദ്ധിക്കുക, 15,000 രൂപയുടെ ബിസിനസ്സും നിങ്ങൾ പേഴ്സണൽ PV ആക്കണം എന്ന് നിർബന്ധമില്ല. ആക്കാം, അത് നിങ്ങളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ വിന്നിംഗ് ടീം സജസ്റ്റ് ചെയ്യുന്നത് ബിൽഡ് എ സ്മോൾ ടീം, ബിൽഡ് എ സ്മോൾ നെറ്റ്വർക്ക് വിത്ത് എ ടേൺ ഓവർ ഓഫ് 500 PV. 500 PVയുടെ ടേൺ ഓവർ വരുന്ന ഒരു ചെറിയ ഓർഗനൈസേഷന്റെ ഉത്തരവാദിത്തം നിങ്ങൾ ബിൽഡ് ചെയ്യുക. അപ്പോൾ 500 PVയുടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് എത്ര സമയത്തിനുള്ളിൽ ഈ 500 PV നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ 500 PVയുടെ ഇത് 500 PV മനസ്സിലാക്കാൻ എളുപ്പമാണ്. സപ്പോസ് നിങ്ങളൊരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്തു, നിങ്ങളുടെ കൂടെ നിങ്ങളൊരു 150 PV ചെയ്യുന്നു, നിങ്ങളുടെ കൂടെ ഒരു 4 പേരുണ്ട്, അവർ 100 PVയോ എല്ലാം കൂടി ചെയ്തിട്ട് 350 PV 4 പേരും കൂടി ചെയ്യുന്നു. അപ്പൊ അവർ 4 പേര് പ്ലസ് നിങ്ങളുടെ പേഴ്സണൽ PV ഇതെല്ലാം കൂടി ആകുമ്പോൾ എത്രയായി? 500 ആയി. അപ്പൊ നിങ്ങൾ 500 PV സർക്കിൾ കംപ്ലീറ്റ് ചെയ്തു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടുത്ത മാസം നിങ്ങളുടെ താഴത്തുള്ള വ്യക്തി അദ്ദേഹം നിങ്ങളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അദ്ദേഹം 500 PV ചെയ്യുന്ന സമയത്ത് ആ 500 PVയുടെ ബിസിനസ് നിങ്ങളുടെ 500 PVയിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്ന് വെച്ചാൽ ഞാനൊരു വ്യക്തിയെ സ്പോൺസർ ചെയ്തു, അദ്ദേഹം 500 PVയുടെ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ 500 PV സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ താഴത്ത് 500 PV സർക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയുടെ ബിസിനസ് കൂടാതെ എനിക്ക് ബാക്കി എൻ്റെ പേഴ്സണൽ ബിസിനസ്സും ബാക്കിയുള്ള ടീമിൽ നിന്ന് ബിസിനസ്സുമായിട്ട് 500 PVയുടെ ബിസിനസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കണം. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു 500 PV സർക്കിൾ റെഗുലർ ആയിട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഡെപ്തും നിങ്ങളുടെ വിഡ്ത്തും ഈക്വലി ബിൽഡ് ചെയ്യപ്പെടുന്ന വളരെ പ്ലാൻഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് 500 PV സർക്കിൾ. കാരണം നിങ്ങളുടെ താഴത്ത് ആരെങ്കിലും ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് എന്താവും? നിങ്ങൾക്ക് 500 PV കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സൈഡ് വോളിയത്തെ ഡിപ്പെൻഡ് ചെയ്യും, സൈഡ് വോളിയം ബിൽഡ് ചെയ്യാനായിട്ട് നോക്കും. സോ കമ്പനി പറയാതെ തന്നെ അല്ലെങ്കിൽ വിന്നിംഗ് ടീം പറയാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബാക്കിയുള്ള ക്രൈറ്റീരിയ ഒരു സിൽവർ ആവുന്ന സമയത്ത് 1800 PV ക്രിയേറ്റ് ചെയ്യലോ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഒരു കസ്റ്റമർ ഒരു 30 ടു ഒരു 500 PV സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് 20 to 30 ലോയൽ കസ്റ്റമേഴ്സിനെയും കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യുന്ന ആൾക്കാരെയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ പേഴ്സണൽ ആവാം, നിങ്ങളുടെ ടീമിൽ നിന്ന് വരുന്ന കസ്റ്റമേഴ്സിനെ പോലും നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു 500 PVയുടെ അഡ്വാൻറ്റേജ് വന്നാൽ നിങ്ങൾക്ക് ഒരു 25,000 രൂപയുടെ ചെക്കാണ് വേണ്ടതെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 2.5 ലക്ഷം രൂപയുടെ ടേൺ ഓവർ ഉണ്ടാക്കിയാൽ തന്നെ, അഥവാ ഒരു 8,100 PV നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ
ഒരു 25,000 രൂപയുടെ ബിസിനസ് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അഥവാ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ഒരു മിനിമം 15, 16 500 PV സർക്കിളിനെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ, നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25,000 രൂപയുടെ വരുമാനം ഉണ്ടാവും. ഇത് മുമ്പ് വെസ്റ്റേജ് ബിസിനസ് കഴിഞ്ഞ ആനിവേഴ്സറിക്ക് മുമ്പ് ഇത് സംബന്ധിച്ചുള്ള 25 500 PV സർക്കിൾ ഉണ്ടെങ്കിലാണ് സാധിക്കുക. പക്ഷെ ഇന്ന് അത് ശരിക്കും വളരെ ലിമിറ്റ് ചെയ്തിട്ട് ഒരു 16 500 PV, ഒരു 20 ഒക്കെ 500 PV സർക്കിൾ ശരിയായ സ്ട്രക്ചർ ബേസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൽ ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പെർ മന്ത് 20,000 25,000 രൂപ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് ഉണ്ടാക്കാം. എങ്ങനെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2.5 ലക്ഷം രൂപയുടെ ബിസിനസ്സിന് 25,000 രൂപ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 10%, ഓൾമോസ്റ്റ് 10% ടേൺ ഓവറിന്റെ 10% വരുമാനമാണ് പറയുന്നത്. ഇന്ന് കൺവെൻഷൻ ബിസിനസ്സിൽ കിട്ടുന്ന ആ ടേൺ ഓവർ, ആ ഇൻകം ആണ് ഇവിടെ ഡയറക്ട് സെല്ലിങ്ങിൽ പറയുന്നത്. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ടീമിൽ കൊടുത്തിട്ട് ബാക്കി വരുന്ന വരുമാനമാണ് 25,000 പറയുന്നത്. നമുക്കൊരു സ്ട്രക്ചർ ബേസിൽ സംസാരിക്കാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് ഒരു സ്ട്രക്ചർ ഞാൻ ഇത് ഒരു ശരാശരി ഇത് പറയുന്നതാണ്. നിങ്ങളുടെ താഴത്ത് ഒരു ഓർഗനൈസേഷൻ അത് LOB ക്രിയേറ്റ് ചെയ്യുന്ന ശരാശരി 600-6,000 PV ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനെ ബിൽഡ് ചെയ്യുന്നു. സൈഡ് വോളിയമായിട്ട് 2,101 PV, 2,101 PV. അത് അഡ്വാൻറ്റേജ് എന്താണ്? നിങ്ങൾ സിൽവർ ഡയറക്ടർ വിത്ത് ടീം ബിൽഡിംഗ് ബോണസ് അച്ചീവ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് വരുന്ന സമയത്ത് നിങ്ങളുടെ സൈഡിൽ വോളിയത്തിന് ഒരു 4 മെയിൻ ലെഗിൽ വരുന്ന കൂടാതെ ഒരു 4 പേര് നിങ്ങളുടെ അതർ ലെഗുകളിൽ ക്വാളിഫൈ ചെയ്യാത്ത ബാക്കിയുള്ള ലെഗുകളിൽ ഒരു 4 500 PV സർക്കിളും നിങ്ങളടക്കം, പ്ലസ് നിങ്ങളുടെ മെയിൻ ലെഗിൽ ഏകദേശം ഒരു 12-13 500 PV സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ഈ പറയുന്ന വോളിയം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ എല്ലാ ആൾക്കാരെയും ഹാൻഡിൽ ചെയ്യുന്ന കാര്യമില്ല. ബിസിനസ്സിൽ സീരിയസ് ആയിട്ടുള്ള നിങ്ങളുടെ കൂടെ ഒരാൾ വരികയാണ്, ആള് ബിസിനസ് എനിക്ക് സീരിയസ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആളുടെ മുമ്പിൽ ഫാസ്റ്റ് ആയിട്ട് 8% കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാവുന്ന ടാർഗറ്റ് ആണ് 500 PV സർക്കിൾ. 500 PV സർക്കിൾ വൺ ടൈം അച്ചീവ്മെന്റ് അല്ല, എവ്രി മന്ത് യു ആർ ടു ക്വാളിഫൈ 500 PV സർക്കിൾ. ഈ ഒരു സ്ട്രക്ചർ വരുന്ന സമയത്ത് പെർഫോമൻസ് ബോണസ് നിങ്ങളുടെ പേഴ്സണൽ PVക്ക് മാത്രം ഒരു 200 PV നിങ്ങളുടെ പേഴ്സണൽ PV ഉണ്ടെങ്കിൽ ഒരു 576 രൂപ നിങ്ങളുടെ ഇത് മാത്രം കമ്മീഷൻ മാത്രമായിട്ട് നിങ്ങളുടെ പേഴ്സണൽ PVയുടെ പെർഫോമൻസ് ബോണസ് മാത്രമാണ് ഞങ്ങളിവിടെ കണക്കാക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള 16% എത്താത്ത ലെഗുകൾ ഉണ്ടെങ്കിൽ പെർഫോമൻസ് ബോണസ് പിന്നീടും കൂടും. ഡയറക്ടർ ബോണസ് വെച്ച് കണക്കാക്കണമെങ്കിൽ അത് ഏകദേശം 5,716, ലീഡർഷിപ്പ് ഓവറൈഡിംഗ് ബോണസ് ഏകദേശം 11,800, പ്ലസ് ട്രാവൽ ഫണ്ട് ഏകദേശം 2,256, ടീം ബിൽഡിംഗ് ബോണസ് 6,486, ശരാശരി നോക്കുകയാണെങ്കിൽ 26,561 രൂപ, അഥവാ 25,000 രൂപയുടെ മുകളിൽ ഈ പറയുന്ന ഒരു സ്ട്രക്ചറിൽ വെച്ച് മാത്രം നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് സാധിക്കും. ഇത് ഏത് ബിസിനസ്സിലാണ് വേറെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുക? ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ക്വാളിഫിക്കേഷൻ വേണം, സ്ട്രക്ചർ തീർച്ചയായും വേണം. ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 500 PV സർക്കിൾ എന്നുള്ള രീതിയിൽ പ്രൊജക്ട് വളരെ സീരിയസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാനുള്ള കാരണം. ഇത് ചെയ്യുന്ന സമയത്ത് ഇത് ഹയർ ലെവലിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഒരു 5 ലക്ഷത്തിന്റെ ടേൺ ഓവർ ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 16,000 PV ഉണ്ടെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 16,000 to 20,000 വരും. ഇത് എക്സാക്ട്ലി ഒരു ലെഗില് ഇത്ര PV പാടുള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് കെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. രണ്ടാമത്തെ ലെഗ് 6,000 രണ്ട് ലെഗുകളിൽ 6,000 വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 50,000 അടുത്തേക്ക് വരെ ഇൻകം പോകാനായിട്ട് സാധിക്കും. പക്ഷെ ആദ്യത്തെ ലെഗിൽ 6,000 പാടുള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എപ്പോഴാണോ നിങ്ങളുടെ ഫസ്റ്റ് ലെഗിൽ 6,000 ക്രിയേറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ലെഗിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊടുക്കുന്നത്, ആ ലെഗും ഗ്രോ ചെയ്തുകൊണ്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ 16,000 മിനിമം പറഞ്ഞാലും ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു 50,000 ക്രോസ് ചെയ്യുന്ന സമയത്ത് അതൊരു 20,000 പ്ലസ് പോയിട്ടുണ്ടാവും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഓർഗനൈസേഷനിൽ 30 to 35 500 PV സർക്കിൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു 50,000 രൂപയുടെ ഇൻകം ഉണ്ടാക്കാം. ഒരു 75 റഫ്ലി ഒരു 75 500 PV സർക്കിൾ നിങ്ങളുടെ ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ LOB അടക്കം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 1 lakh ഇൻകം വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. 500 PV സർക്കിൾ ഈസ് ദ മാജിക്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് 500 PV സർക്കിൾ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെയാണ്. അതിലൂടെയാണ് ബിസിനസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അതിലൂടെയാണ് ബിസിനസ് സസ്റ്റെയിൻ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് കൂടെ വരുന്ന വ്യക്തികൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ടാർഗറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഈസി ആയിട്ടുള്ള 500 PV സർക്കിൾ ആണ്. കാരണം അത് സിസ്റ്റത്തിന് സിസ്റ്റം ഫോളോ ചെയ്യാനും സിസ്റ്റത്തിലൂടെ അവരുടെ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനും അവരെ സംബന്ധിച്ചിടത്തോളം ലേണിംഗ് മോഡിലേക്ക് കൊണ്ടുവരാനും എല്ലാത്തിനും ഈ 500 PV സർക്കിൾ കൊണ്ട് സാധിക്കും. എങ്ങനെ നമുക്കൊരു 500 PV സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം? ബിലീവ് മീ, അതിന് വേറെ ഒന്നും ചെയ്യാനില്ല. 2 കാര്യങ്ങളാണ് അതിനായിട്ട് ചെയ്യാനുള്ളത്. ഒന്ന്, പ്ലാൻ പ്രസന്റേഷൻ വളരെ ശക്തമാക്കണം. 2, ഡ്രീം എക്സസൈസ് വളരെ സ്ട്രോങ് ആക്കണം.
ഈ രണ്ട് ടാർഗറ്റും നിങ്ങൾ ശരിയായ രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500 PV സർക്കിൾ ടാർഗറ്റ് ഉദ്ദേശിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.